ഏറ്റവും എളുപ്പത്തിൽ റെഡിയാക്കാവുന്ന ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണിത്. മഞ്ഞ കളറാണെങ്കിലും വെളുത്ത നാരങ്ങ അച്ചാർ എന്നാണ് ഈ അച്ചാറിന് പൊതുവെ പറയാറ്. ഈ അച്ചാർ റെഡിയാക്കാൻ ഞാനിവിടെ 14 ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ നാരങ്ങയുടെയൊക്കെ രണ്ട് സൈഡും ഞാൻ ഇങ്ങനെയൊന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആ സമയത്ത് ചെറുനാരങ്ങയ്ക്കകത്തേക്കൊക്കെ നന്നായിട്ട് ആവി കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ അച്ചാറിന് വേണ്ടി ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ ആവിയിൽ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഹോൾസ് ഉള്ള ഈ പാത്രത്തിലേക്ക് ചെറുനാരങ്ങ നിരത്തി വെച്ച് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇതെല്ലാം ഒത്തിരി ചെറുതല്ല, എല്ലാം മീഡിയം സൈസിലുള്ള ചെറുനാരങ്ങയാണ്. നല്ലപോലെ പഴുത്ത നല്ല മഞ്ഞ കളറുള്ള നാരങ്ങയാണ് ഇതെല്ലാം. തോടിന് പച്ച കളറുള്ള നാരങ്ങ എടുത്തു കഴിഞ്ഞാൽ നല്ല കയ്പായിരിക്കും അച്ചാറുണ്ടാക്കി കഴിഞ്ഞാൽ. ഇനി ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഒരു ഫോർക്ക് യൂസ് ചെയ്ത് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഈ ചെറുനാരങ്ങയുടെ തോട് സോഫ്റ്റ് ആയിട്ടുണ്ടോ എന്ന് പതുക്കെ പ്രസ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇല്ലെങ്കിൽ വീണ്ടും അടച്ചു വെച്ച് ഈ തോടൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ വേവിക്കാം. വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നു. ഇതായിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നാരങ്ങയുടെ തോടൊക്കെ. ഇനി ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണിഞ്ഞ ശേഷം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ നാരങ്ങയൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം. ഒത്തിരി ചെറുതാക്കുന്നില്ല, ഏകദേശം ഈ ഒരു സൈസിലാണ് മുറിച്ചെടുക്കുന്നത്. കഷ്ണങ്ങളാക്കി മുറിച്ചു കഴിഞ്ഞാൽ ഈ നാരങ്ങയെല്ലാം ഉണങ്ങിയ ഒട്ടും വെള്ളമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 3 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു ദിവസം മുഴുവൻ എയർ ടൈറ്റ് ആക്കി അടച്ചു വെക്കാം. ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കാം. അതിനായി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇത് ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്തും ചെയ്യാം. നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടാനാണ് വെളിച്ചെണ്ണയിൽ റെഡിയാക്കുന്നത്. കടുക് നന്നായി പൊട്ടി വന്നാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തത് ചേർക്കാം. ഇതിലേക്ക് ഒരു 6 വെളുത്തുള്ളി നടു കീറിയിട്ട് കൊടുക്കാം. ഈ അച്ചാറിൻ്റെ എരിവിനായിട്ട് ഒരു 10 പച്ചമുളക് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കുക്ക് ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിലാണ്. തീ നല്ല ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നാരങ്ങ ചേർക്കാം. നാരങ്ങ കണ്ടോ, ഈ തൊലിയിലേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് ഒന്ന് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ അതിൻ്റെ നീരോടെ തന്നെ ചേർക്കാം. ഈ ബൗളിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ചെറുനാരങ്ങ അച്ചാറിലേക്ക് ഞാൻ ഒട്ടും വിനിഗർ ചേർക്കുന്നില്ല. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഈ വെള്ളത്തിൽ കിടന്നൊന്ന് തിളയ്ക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഒരു ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും വറുത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തതാണിത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കായപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ആണ് ചേർക്കുന്നത്. ഈ ഇൻസ്റ്റന്റ് കായപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ കായപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. വളരെ പെട്ടെന്ന് റെഡിയാക്കാവുന്ന അച്ചാറാണിത്. എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള
കണ്ടെയ്നറിൽ വേണം അച്ചാർ സൂക്ഷിക്കാൻ. അതുപോലെ തന്നെ അച്ചാർ എടുക്കുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ വേണം യൂസ് ചെയ്യാൻ. ഇല്ലെങ്കിൽ എന്തായാലും അച്ചാർ പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ചൊരു മോയ്സ്ചർ ഉണ്ടെങ്കിൽ തന്നെ അച്ചാർ പൂപ്പൽ വരും. അച്ചാർ തണുക്കാനായിട്ട് വെക്കുക. ഇപ്പം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ അച്ചാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് കയ്പും മധുരവും പുളിയും ഒക്കെ ഒന്ന് കുറച്ച് കൂടുതലായിട്ട് തോന്നും. കുറച്ച് ദിവസം വെച്ചിരുന്നാലാണ് ഈ അച്ചാറിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ബാലൻസ് ആവുക. ഒരു 3-4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ആവും. അച്ചാർ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഒട്ടും വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ടുള്ള എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു 3-4 ദിവസം അച്ചാർ ഇങ്ങനെ തന്നെ എയർ ടൈറ്റ് ആക്കി വെച്ച ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി സൂക്ഷിക്കാം. അപ്പം ഈ നാരങ്ങ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ജിൻജൂസ് യമ്മി ആർട്സ്.